ദേവസിയെ എന്താച്ചോ? നീ കുളമ്പടി ശബ്ദം കേൾക്കുന്നുണ്ടോ? കുതിര കുളമ്പടി ശബ്ദം ഇല്ല. ശ്രദ്ധിക്ക്. ഏതാണ്ട് അതുപോലെ ഒരെണ്ണം ഞാനും കേൾക്കുന്നുണ്ട്. അവൻ വരുന്നു. ആര്? അന്തിക്രിസ്തു. അവന്റെ വരവിന് മുമ്പേ ആകാശം അടയാളം കാണിക്കും. ഭൂമി പിളർക്കും, നക്ഷത്രങ്ങൾ ഉരുകി വീഴും. അവന്റെ വരവടുത്തു. മരുന്ന് കഴിച്ചിട്ട് അച്ഛനൊന്നും ഉറക്കം വരുന്നില്ലയോ? അവൻ വന്നിട്ട് വേണം എനിക്കുറങ്ങാൻ. അവസാനത്തെ ഉറക്കം. അന്തിക്രിസ്തു അവൻ വരുന്നു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഇതിന്റെ മലോമൂത്രം കോരിക്കോരി ഞാനൊരു പരുവത്തിലായി. ഇന്ന് വിളിക്കും നാളെ വിളിക്കുമെന്ന് കരുതി കൊതിപ്പിക്കുന്നതല്ലാതെ എന്നാണ് കർത്താവ് ഈ പാനപാത്രം എന്റെ മുമ്പിൽ നിന്ന് നീ ഒന്ന് നീക്കിത്തരണേ? തിരുവചനം പറഞ്ഞതാ. ദേവസേ എന്തോ എന്തൊരു സ്നേഹമുള്ള വിളി. ആ വിളി കേട്ടാത്തൊന്നും പള്ളിവക 10 സെന്റ് സ്ഥലം എന്റെ പേരിൽ എഴുതി തരാൻ പോവാണെന്ന്. പൊട്ടി. ദേവസേ എന്നതാച്ചോ? എന്നതാ കുട്ട അവിടെ ഒരു ഒച്ച കേട്ടതുപോലെ? പോലെയല്ല, ശരിക്കും കേട്ടതാ. ഗീവറീസ് പുണ്യാളൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ് കാണും. ഇന്ന് തന്നെ ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. അവന്റെ ഒരു ഒടുക്കത്തെ പാറ പൊട്ടിക്കലി. എന്നാണ് ഇതെല്ലാം കൂടി ഇടിഞ്ഞു വിളിഞ്ഞ് താഴെ വീഴാൻ പോണത്? നീ ഇതിൽ പെരിഞ്ചീരകം ചേർത്തില്ലായിരുന്നോ? വെറുതെ അല്ല, കോഴിക്കൊരു മണമണപ്പ്. എന്നിട്ട് ആ മണമെടുത്ത 2 കിലോ കോഴിയോടെ പോയി പറന്നുപോയ. മുട്ട ഇരിപ്പുണ്ടോ കുട്ട? ഉണ്ടെങ്കിൽ നീ ഒരു 5 മുട്ട എടുത്ത് ഇച്ചിരി തക്കാളിയും ഇച്ചിരി കേബേജും ചേർത്ത് ഈ പുസ്തകത്തിൽ പറഞ്ഞ മാതിരി ഒരു കോക്ടെയിൽ ഓംലേറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നേ മോനെ. ഈ പാചകപുസ്തകം എല്ലാം കൂടി ഒരു ദിവസം അടുപ്പിലിട്ട് കത്തിച്ചോളെ കേട്ടാ പറഞ്ഞേക്കാം. ഇന്നേ ഒരു അച്ഛൻ ഒരു 5-6 കോഴിമുട്ട എടുത്ത് ഇന്ന് അതൊരു ഓംലേറ്റ് ഉണ്ടാക്കി നീ തിന്നണ ദിവസം ഇത് പറഞ്ഞിട്ടുണ്ടോ? നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലേ? ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ഒരു ദിവസം പറയാം. മതി. അല്ല, മേടയിലെ അവറാച്ചം കൊണ്ടുവന്ന അണ്ടിപ്പരിപ്പ് ഞാനൊരു വലിയ ടിന്നിലിട്ട് വെച്ചിരുന്നു. അതിപ്പോ ഒന്നും കാണില്ലല്ലോ. അത് എലിയും തരണ്ടാവും. ഓ, എലി ഇപ്പൊ സ്വന്തമായിട്ട് ടിന്നിന്റെ അടപ്പ് തുറന്ന് അണ്ടിപ്പരിപ്പ് മുഴുവൻ തിന്നു തുടങ്ങിയോ? ഒരെലിയല്ലോ, 2 എലി. ഒരെണ്ണം ടിന്ന് തുറക്കും, മറ്റേത് തിന്നും. ഇവന് മതിയാവുമ്പോ ഇവൻ തുറക്കും, മറ്റവൻ തിന്നും. മതി മതി, നീ പോയി ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ടുപോവാ. ചപ്പാത്തി തണുക്കും. ഇനി ഇപ്പൊ എന്നാ കോക്ടെയിലിനായാലും ഓംലെറ്റിനായാലും കറണ്ട് വരണം. നിനക്ക് പോലും ഇത്തിരി കറണ്ട് ഇല്ലല്ലോ എന്റെ കറണ്ട്. ഈ പുസ്തകത്തിൽ പറഞ്ഞ മാതിരി ഓംലെറ്റ് ഉണ്ടാക്കി. കൂടുതൽ കേരള വാർത്തകൾ. പള്ളിക്കരയിൽ വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ പള്ളിക്കരയിൽ വൈകിട്ട് 6:15 റിക്ടർ സ്കെയിലിൽ 3.4 രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അറിവില്ല. ഈ ഭൂചലനങ്ങൾ അത്യന്തം ഭീഷണിയാണെന്ന് പ്രസിദ്ധ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ജീവ സ്വാമിനാഥൻ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അണക്കെട്ടിന്റെ വൃത്തിപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ കരിങ്കൽ ക്വാറികളാണ് ഭൂചലനത്തിന് ആക്കം കൂട്ടുന്നത്. പള്ളിക്കരയിൽ നിന്നും കെ ബിജുവിന്റെ റിപ്പോർട്ട്. 1965 കമ്മീഷൻ ചെയ്യപ്പെട്ട കാഞ്ചിയാർ ഡാം 1,20,000 ഹെക്ടർ ഭൂമിയെ ഫലഭൂഷണമാക്കുന്നു. കരിമ്പ് സമൃദ്ധമായി വിളയുന്ന ഈ സ്ഥലം ശർക്കര വ്യവസായത്തിലേക്ക് തിരിഞ്ഞതോടെ പുറം ലോകത്തും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ചെറുകിട കർഷകർ പള്ളി വികാരിയായ ഫാദർ പോത്തച്ചൻ കോടാലിക്കലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സെന്റ് ജോർജ് കോഓപ്പറേറ്റീവ് ഷുഗേഴ്സ് ആണ് ഇതിൽ പ്രമുഖം. സത്യം പറയാലോ, പള്ളിക്കരയിലെ മണ്ണിന് ഇപ്പൊ വെടിമരുന്നിന്റെ ഗന്ധ. ഇങ്ങനെ പോയാൽ ഈ അണക്കെട്ട് തകരും. പള്ളിക്കരയിൽ പ്രളയമുണ്ടാവില്ലെന്ന ഈ കരിങ്കൽ ലോബികൾ രഹസ്യ പ്രചാരണം നടത്തുന്നത് ശരിയായിരിക്കാം. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇതെല്ലാം കൂടെ കുത്തിയൊലിച്ച് ഇടുക്കി ഡാമിലേക്ക് ചെന്ന 3 ജില്ലകൾ വെള്ളത്തിനടിയിലാവും. 3 ജില്ലകൾ. വെറുമൊരു കങ്കാണിയായി പള്ളിക്കരയിലെത്തിയ പെരുമാളാണ് പുതിയ കരിങ്കൽ സാമ്രാജ്യത്തിന്റെ തലവൻ. നാട്ടുകാരുടെ ആരോപണങ്ങളെ കുറിച്ച് പെരുമാൾ. വണക്കം, நான் பெருமாள், வரதராஜ பெருமாள். ஆனா யாரும் என்ன பேர் சொல்லி கூப்பிட மாட்டாங்க, அண்ணாச்சின்னு மரியாதையா தான் கூப்பிடுவாங்க. நீங்கள் ஒன்றும் மனசிலாக்கணும், எனக்கு வேற நிறைய பிசினஸ் உண்டு. பின்ன எந்தனையான இவ்வளவு பிரச்சனை இருக்கும்போது பிசினஸ் நடத்தும் தெரியுமா? 1000 தொழிலாளிகள், கிட்டத்தட்ட எல்லா கோரிலுமாய் 1000 தொழிலாளிகள், அவரோட குடும்பங்கள். அவர் எங்க போகும்? ஒன்றும் தனியா சாப்பிட்ற பழக்கம் எனக்கு இல்லை, எல்லாம் பகுத்து தான் சாப்பிடுவேன்.
എങ്ങൾക്കും പൊളയ്ക്ക വേണ്ടാമാ. ഗാന്ധിയനും സമരസമിതി കൺവീനറുമായ ഗംഗാധരൻ പിള്ള. പറയട്ടോ. ഓ, ഞങ്ങൾ 6 മാസമായി ക്വാറിക്കെതിരെ സംഘടിതമായി തന്നെ സമരത്തിലാണ്. ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നോ അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. പത്രമാധ്യമത്തിലൂടെ ഡാമിന്റെ അപകടാവസ്ഥ പുറം ലോകത്തെ അറിയിച്ച മലയാളരമ ഏജന്റും പള്ളിക്കരയുടെ സ്വന്തം ലേഖകനുമായ ഓമനക്കുട്ടൻ. അധ്വാനശീലരായ പാവപ്പെട്ട കർഷകരുടെ മേൽ ആഞ്ഞടിക്കുന്ന ഈ അശാന്തിയുടെ കൊടുങ്കാറ്റ് എത്രയും വേഗം ശമിപ്പിക്കാൻ, ഈ ജീവൻ മരണ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്റെ പത്രത്തിന്റെ ലക്ഷക്കണക്കിനുള്ള വായനക്കാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പള്ളിക്കരയിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസിനു വേണ്ടി കെ ബിജു. പാറപൊട്ടിക്കൽ നിരോധിച്ചുകൊണ്ടുള്ള സെഷൻസ് കോർട്ടിന്റെ താൽക്കാലിക ഉത്തരവ് വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ക്വാറി പ്രവർത്തനം നിർത്തിവെക്കാൻ ബന്ധപ്പെട്ടവർ ഇനിയും തയ്യാറായിട്ടില്ല. അധികൃതരുടെ ഒത്താശയോടെയാണ് ഇത് തുടരുന്നതെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ഇനി ഒരിടവേള. നമ്മുടെ ഏതാണ്ടൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് പോയതാണല്ലോ ഭദ്ര. വല്ല വന്നായിരുന്നോ? എവിടെന്ന്? കരിങ്കാലികൾക്കല്ലേലും ഇനിയുള്ള കാലം മടുപ്പായിരിക്കും. കരിങ്കാലി നിന്റെ തന്ത, ചത്തുപോയ തെറുപ്പുകാരൻ ഭാസി. അവന്റെ മോൻ തന്നെ അല്ലോ. സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളൊരു പത്രക്കാരൻ. ഇക്കണക്കിന് വലിയ താമസമില്ലാണ്ട് നിന്റെ പടവും പത്രത്തിൽ അച്ചടിച്ചു വരൂടാ. ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞു എന്നും പറഞ്ഞൊരു അടിക്കുറിപ്പുമായിട്ട്. പിന്നെ പത്രക്കാരുടെ മെക്കിട്ട് കയറിയ വിവരം കോപ്പറിയും. എടാ, ചെല്ലപ്പൻ പിള്ളയുടെ അണ്ണാക്കി കയറി നീ എഡിറ്റ് ചെയ്യാന്ന് നോക്കിയാലല്ല നിന്റെ ക്രാങ്ക് ഞാൻ ചവിട്ടി ഓടിക്കും. ഒരു പത്രക്കാരുടെ മോൻ പോയി പണി നോക്കടാ. ആടെ ഭദ്ര. ഗാന്ധിയെ പോലൊരു ശാന്ത സ്വഭാവനെ. ഭാരത് മാതാക്ക്. ഓ, ഞാൻ എന്തേന്ന് ചോദിച്ചാ ഉറങ്ങിന്ന് പറഞ്ഞേക്ക്. അവൻ ഉറങ്ങിയിട്ട് പിന്നെ എന്നെ വിളിച്ചാ മതി. എന്താ ചെല്ലപ്പൻ പിള്ളയെ കണ്ടിട്ട് ഒരു ബഹുമാനം ഇല്ലടാ നായിന്റെ മോനെ. നിന്നെ ഞാൻ ഇപ്പൊ ഗാന്ധി പിള്ളയുടെ കക്ഷിയായി. ഇന്ന് നേരത്തെ ആണല്ലോ ചേച്ചി. അപ്പൊ അച്ഛനകത്ത് കേറല്ലേ? ഈ അച്ഛന്റെ ഒരു പേടി. പേടി നിന്റെ. ആ, പെങ്ങള് ചത്ത് പുളിശ്ശേരിയും കുടിച്ചു, എന്നിട്ടും ബാക്കിയുള്ളവർക്ക് കിടക്കപ്പുറത്തില്ലെന്ന് പറഞ്ഞാൽ ഈ അഭ്യാസം വല്ലോ ശിവകാശിയിലെ ആ പാണ്ഡിച്ചയുടെ വീട്ടിൽ നടക്കുവോ? നിന്നെ ഒറ്റ ഒരാളെ ഓർത്തിട്ടാ ഞാൻ ഇയാളെ